السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. ഖാലിഖായ റഹ്മാൻ അവന്റെ പൊരുത്തത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പറയാനുള്ളത്, നാം ഒരു വീട് വെക്കുമ്പോൾ അവിടെ കിണറിന്റെ സ്ഥാനം നോക്കൽ നമുക്ക് പ്രത്യേകം നിർബന്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കിണറിനെ കുറ്റിയടിക്കുമ്പോൾ അതിന്റെ സ്ഥാനം അറിയുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് നോക്കി ചെയ്യണം. അതല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിസരത്തുള്ള വീടും നാം നോക്കണം. ഒരു കിണർ ഉപയോഗിക്കുമ്പോൾ ആ വീടിന്റെ കിണറിന്റെ ഒന്നാം സ്ഥാനം, ആ ഒന്നാം സ്ഥാനത്ത് നാം കിണർ ഉപയോഗിക്കാൻ ഒരുങ്ങുമ്പോൾ തൊട്ട വീട്ടിന്റെ ആ ഭാഗത്ത് ഒരു കുളമുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ കുളത്തിൽ മലിന ജലമാണ് ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒന്നാം സ്ഥാനം ഇവിടെയാണ് എന്ന് വാശി പിടിച്ചുകൊണ്ട് അവിടെ നാം കിണറിന് കുറ്റിയടിച്ച് കിണർ കുഴിച്ചാൽ തൊട്ട വീടിന്റെ ആ കുളത്തിലുള്ള മലിന ജലം നമ്മുടെ കിണറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരം ഒന്നാം സ്ഥാനം ഒഴിവാക്കി രണ്ടാം സ്ഥാനത്തേക്ക് നീങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള വാതിൽ, മെയിൻ വാതിൽ, വീട്ടിലേക്ക് കയറുന്ന മെയിൻ വാതിലിന്റെ മുമ്പിൽ നിന്ന് നോക്കിയാൽ ആ വാതിലിന്റെ നേരെ കിണർ വരാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. വാതിൽ നിന്ന് നോക്കിയാൽ വാതിലിന്റെ നേരെ കിണർ വരാൻ പാടില്ല. അതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കിണർ കുഴിക്കുമ്പോഴും അതല്ലെങ്കിൽ മറ്റു കൂടുകൾ, പക്ഷിക്കൂടുകളോ കോഴിക്കൂടുകളോ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീടിന്റെ അതിരിനോട് അടുപ്പിച്ച് പാടില്ല. സ്ഥലമുണ്ടെങ്കിൽ 1 മീറ്ററെങ്കിലും അകലം പാലിക്കണം. കുറവാണെങ്കിൽ 1/2 മീറ്റർ എന്തായാലും വിട്ടുകൊണ്ടായിരിക്കണം നാം കിണർ ഇതുപോലെയുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും കന്നിമൂലയുടെ ഭാഗത്തേക്ക് കിണറിനെ നീക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കിണർ അത് അറിയുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് അതിന്റെ സ്ഥാനം നോക്കിക്കൊണ്ട് നാം കിണർ കുഴിക്കുവാൻ ഒരുങ്ങണം. വളരെ പ്രയാസങ്ങൾ സഹിച്ചു നാം ഒരു വീട് നിർമ്മിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വീടും അതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിർമ്മിക്കുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ നിർമ്മിക്കുവാനും
താമസിക്കുവാനും താമസിക്കുന്ന സമയത്ത് റാഹത്തും സന്തോഷവും നമുക്ക് ആ വീട്ടിൽ ഉണ്ടാകുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.